അപ്പൊ ഇന്ന് നമ്മള് ഓടാനല്ല ഇറങ്ങിക്കണത്. ഫുള്ള് പണിയിലാണ്. കൊടയും ചൂടിയാണ്ട് നമ്മളെ വണ്ടി ടയർ പഞ്ചർ അയക്കണേ. അതേമാതിരി നമ്മളെ ബാറ്ററി ഡൗൺ അയക്കണം. ഉച്ചക്ക് ഇന്നലെ ലൈറ്റ് ഓൺ ആക്കിയാണ്ട് കടന്നുറങ്ങിപ്പോയി. അറിയാം, ടയറൊക്കെ ഊരിക്കണ്, പഞ്ചറടിച്ച് കൊടുന്നു. അവന്റെ വണ്ടിയിലുണ്ട് സാധനം. അപ്പൊ പശു അപ്പൊ ഈ ടയർ ഫിറ്റ് ചെയ്യണം. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയിട്ടോ. വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പിൽ നമുക്ക് സ്പാൻഡറും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ നമുക്ക് ബുദ്ധി മനസ്സിലായത്, ഞങ്ങളെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയച്ചു. ഈ വണ്ടിയുടെ ബാറ്ററി ഇട്ട് അടിച്ചാൽ മതി എന്നുള്ള ബുദ്ധി ഞങ്ങൾ പിന്നെ ഓടിയത്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ സെറ്റാക്കി. അപ്പൊ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ സ്റ്റാർട്ടായി, ഒക്കെ സെറ്റായിട്ടോ. അപ്പൊ നമ്മൾ പോവാണ്, കൊടയും ചൂടിയാ പോണേ. ഇനി നമ്മൾ ആകെ നനഞ്ഞിക്കണേ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവണം. അപ്പൊ നമ്മൾ റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വ്ളോഗർ കൈയ്യാക്കിട്ടോ. അപ്പൊ നമ്മള് കൈയ്യൊക്കെയാണ്. നല്ലൊരു ബിരിയാണി ആയിക്കോട്ടെ. എന്തായാലും വണ്ടിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഓടാനിറങ്ങാം. ചെയ്യാണ്ട് 12 കാലമായിട്ടോ. ബൈക്കും വെച്ച് വ്ളോഗ് ചെയ്ത് നടക്കുക. നമ്മൾ ചേച്ചിന്റെ കഥ കേട്ടോ. നല്ല ബിരിയാണി ഉണ്ട് ഇവിടെ. നമ്മളെ പൈപ്പിലെ റോട്ടനാണ്. അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അപ്പൊ നമ്മൾ ചെറുക്കൻ വണ്ടി എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ CNG അടിക്കുക. നേരെ എയർപോർട്ട് പോവാട്ടോ. വേറെ വഴി നമ്മൾ എത്തില്ല. കാരണം വണ്ടി റെഡി ആക്കിയാണ്ട് ടൈം ഏകദേശം ഇപ്പൊ ചോറൊക്കെ കഴിച്ചപ്പോ ഒരുപാടായി. അപ്പൊ മച്ചന്മാരെ വണ്ടി ഒന്ന് ഉള്ളു ക്ലീൻ ചെയ്തിട്ടോ. പുറത്ത് ഫുള്ള് ചളിയാണ്. എയർപോർട്ടിൽ കേട്ടോ. എത്രയായി നമ്മളത് പഠിച്ചില്ല. ക്ലിയർ ചെയ്തോടാ. അപ്പൊ വരും. ഒന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മാത്രമേ ഉള്ളൂ. 190 വണ്ടി ഉണ്ട് കേട്ടോ. 191 വണ്ടി. അപ്പൊ നമ്മള് 150 ആകുമ്പോ നമ്മളതിന്റെ ഉള്ളിൽ കയറും. പ്ലാനിങ്. അപ്പൊ നമ്മളെ വണ്ടിന്റെ ഉള്ളിലേ മറ്റേ ചവിട്ടിക്കൊന്ന് കൊണ്ടുവരട്ടെ. ഇപ്പൊ ടൈമേ 2:30 മണിയായിട്ടോ. ഇതുവരെ നമ്മൾ ഒറ്റ ഓട്ടോ ഓടിയിട്ടില്ല. നമ്മളെ വണ്ടിയും കാര്യങ്ങളും കംപ്ലൈന്റ് ആയണ്ടേ ക്യൂ കുറയാൻ വേണ്ടി നിന്ന് 2:30 മണിയായി. കുറയും കരുതുക. ഇത് വേറെ അത് നമുക്ക് ചെറിയൊരു ഓട്ടോ, ഒരു 500 റുപ്യന്റെ ഓട്ടോ ഓടിയിട്ടേ നേരെ റൂം പോയി കടന്ന് നാളെ രാവിലെ നീക്കാം. പെരും വെയിലാട്ടോ. ടൈമേ 3:02 ആയിട്ടോ. ഇതുവരെ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ പുറത്തിരിക്കുകയാണ്. ഉള്ളിലേക്ക് കയറണം. ഇവിടെ ഫുള്ള് സോളാറാട്ടോ. അത് കാണുന്നതൊക്കെ സോളാറാ. ഇത്രയും സോളാർ, എത്ര കണക്കിന് ഇവിടെ സോളാർ അറിയോ. നമുക്ക് നാളെ തരികയാണെങ്കിൽ പെരി കറണ്ട് ബില്ല് ഇറക്കണ്ടീനെ. അങ്ങനെ നമ്മൾ ചെറുക്ക് എഡിറ്റ് ചെയ്യാണ്. ആ പോണടിയിൽ ഫ്ലൈറ്റ് പോണുണ്ട് കേട്ടോ. കണ്ടോ, ഫ്ലൈറ്റ് ഇഷ്ടം പോലെ കാണും. ഈ ചങ്ങായിയൊക്കെ ഫ്ലൈറ്റ് കാണാനായിട്ട് ഞങ്ങൾ രണ്ടാളും കോഴിക്കോട് എയർപോർട്ടിന്റെ ബാക്ക് പോയിരുന്ന ദിവസങ്ങളുണ്ട്. ഇന്ന് ഇതെവിടെ കണ്ടോ 16 Pro. പിന്നെ ആ സാധനം അത് പോണ്. എന്ന് ഞങ്ങള് കോഴിക്കോട് ഇങ്ങനെ പോയിരിക്കും ഇത് കാണാൻ വേണ്ടിയാണ്ട്. ലീവില്ല എന്നൊക്കെ ഇപ്പൊ ഇത് കണ്ട് മടുത്തിക്കണ്. നമുക്ക് അതിൽ വരുന്ന ആൾക്കാരെ നമുക്ക് കിട്ടണില്ല. എഡിറ്റിംഗ് നടക്കണ എയർപോർട്ടിൽ വന്നതാവോ? ഇത് എയർപോർട്ടിൽ വരും. ഇത് എന്റെ വണ്ടിയാണല്ലോ. ഞാനാണ് ഇവിടെ വെക്കണേ. വീഡിയോയില് ഫുള്ള് ഞാനാ. കാരണം ഞാൻ നിന്നാലുള്ളൂ അതിന് വ്യൂസ് കിട്ടുക. ഓനറിയാ. അതുകൊണ്ട് ഇങ്ങനെ നിർത്തുവോ. വിളിച്ചു വരുത്തും ഞാൻ. മച്ചന്മാരെ നമ്മള് ചായ കുടിച്ചാൻ വേണ്ടി വന്നാട്ടോ. 2 വണ്ടി നമ്മളെ വാഗനറും സ്വിഫ്റ്റ് ഇവിടെ നിർത്തിയിട്ട് കണ്ടോ. നമ്മളെ വണ്ടിയാണ്. 2 ഇവിടെ വെയിറ്റിംഗിലാണ്. പിന്നെ എയർപോർട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം 100 ക്യൂ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു. നമുക്ക് 600 സംതിങ്ങിന്റെ ട്രിപ്പ് തരാം. അപ്പോ ഒരു 2 മണിക്കൂർ ടൈം ഉണ്ട് ഇവിടെ. 100 രൂപ കൊടുത്തേക്കണേ. അപ്പൊ ടൈം കയ്യോളം നിൽക്കുക. ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേ വലിയ ട്രിപ്പ് അടിക്കണ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ട്രിപ്പ് എടുത്താണ്ട് റൂമിൽ പോയി ഉറങ്ങും. അടിച്ചു. നമ്മളെ വണ്ടിയിലാട്ടെന്ന് കിടക്കുന്നത്. അപ്പോൾ ടൈം ഏകദേശം 12 മണിയാവാനായി.